ഒരു ഈസ്റ്ററും കൂടി കടന്നുപോയി. മരണവീട്ടിൽ ഒരു ശൂന്യത അനുഭവപ്പെടുമെന്ന് നമുക്കറിയാം. മരിക്കുന്നയാളുടെ വലുപ്പമനുസരിച്ച് ശൂന്യതയ്ക്കും ആക്കവും നീളവും കൂടും. ഭൂമി കറുത്തുപോയ ഒരു വെള്ളിയാഴ്ചയിൽ ഈശോയുടെ അമ്മയുടെ, അവിടുത്തെ സ്ലീഹന്മാരുടെ, അവിടുന്ന് സ്നേഹിച്ചവരുടെ ഹൃദയങ്ങളിലും ആ ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ആ ഭീകര ശൂന്യതയ്ക്ക് വിരാമമിട്ടതാണ് തുറന്നു കാണപ്പെട്ട കല്ലറ. കല്ലറ ശൂന്യമായപ്പോൾ നിറഞ്ഞത് ഈശോയെ സ്നേഹിച്ചവരുടെ ഹൃദയങ്ങളാണ്. ശൂന്യതയിൽ നിന്നും നിറവിലേക്ക് എത്തുന്ന ആ യാത്രയിലെ 15ാമത്തെ സ്ഥലമാണ് ശൂന്യമായി കാണപ്പെട്ട ഈശോയുടെ കല്ലറ. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഉറപ്പാണത്. കുരിശിന്റെ വഴിയിലെ 14ാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ശൂന്യത നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരാം. അവിടുത്തെ സ്നേഹിച്ചവർക്കുണ്ടായ ഭീകരമായ ശൂന്യതയുടെ ഒരംശം. 15ാമത്തെ സ്ഥലത്തേക്ക് നാം നീങ്ങുന്നില്ലെങ്കിൽ, ഈശോ നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഈ ശൂന്യത നമ്മുടെ ഹൃദയത്തെ വറ്റി വരണ്ടതാക്കും. അകാലത്തിൽ കൊല്ലപ്പെട്ട ഒരു സമുദായ വിപ്ലവകാരി മാത്രമായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ മരിച്ചു കിടക്കും. മിഷൻ പ്രദേശങ്ങളിലെ കുരിശിന്റെ വഴി 14 സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതൊരു യാത്രയാണ്. അതൊരു ദുഃഖവെള്ളിയാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രക്രിയ അല്ല. കർത്താവിന്റെ സഹനത്തോട് താരതമ്യപ്പെടുത്തി പറയാനില്ല. കാരണം മഡഗാസ്കർ മിഷനിൽ ശാരീരിക മുറിവുകളില്ല, മാനസിക പീഡനമില്ല, ഒറ്റപ്പെടലിന്റെ ഏകാന്തതയില്ല. മറിച്ച് മറ്റുള്ളവരെ മുൻപറഞ്ഞ പ്രത്യാശയിലേക്ക് നയിക്കാനുള്ള യത്നത്തിന്റെ തളർച്ചയാണത്. ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും വാസ്തവത്തിൽ ഞങ്ങളുടെ പള്ളികൾ ചെറിയതെങ്കിലും എണ്ണത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് ശാരീരിക ക്ഷീണത്തിന് ഒട്ടും കുറവില്ല. പൊതുവെ പള്ളികളിലെ ആഘോഷങ്ങൾ ജനങ്ങൾക്ക് ഒരു ലഹരിയായി മാറുമ്പോഴും ഞങ്ങൾ കഞ്ഞി കുടിക്കുവാൻ നേരമില്ലാത്തവരെ പോലെയാകുന്നു. പ്രത്യേകിച്ചും ഓശാന ഞായർ മുതൽ തുടങ്ങുന്ന കർമ്മങ്ങളിലൂടെ. കുരിശിന്റെ വഴിയിലെ 15ാമത്തെ സ്ഥലവും കഴിഞ്ഞ് എല്ലാവരും ഈസ്റ്റർ ആഘോഷങ്ങളിൽ മുഴുകുമ്പോഴും ഞങ്ങൾ കുരിശിന്റെ വഴിയിൽ തന്നെയാണ്. 50 നോമ്പ് വിടൽ പലർക്കും ശാരീരികമായി ഒരു ആഘോഷമാണ്. നോമ്പെടുക്കുന്നവരുടെ പ്രതീക്ഷ പലപ്പോഴും നോമ്പ് വീടലിൽ അവസാനിക്കും. അത്തരമൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്താറില്ല. എങ്കിലും ആഘോഷിക്കുന്നവരെ കാണുമ്പോൾ കടന്നുപോകുന്ന ബസ്സുകളെ നോക്കി വഴിയിൽ കാത്തു നിൽക്കുന്ന യാത്രക്കാരെ പോലെയാണ് ഞങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർ നിർവീകരായി പോകാതിരിക്കുവാൻ അവർക്ക് ഈശോ കൊടുത്ത ഒരു കാത്തിരിപ്പുണ്ട്. അടുത്ത 50 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു നിറവിലൂടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണത്. പെന്തക്കൊസ്ത. ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണ്. അണഞ്ഞു പോയേക്കാവുന്ന പ്രത്യാശയ്ക്ക് വീണ്ടും ബന്ധം കൊളുത്തിയ ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.